അക്കൗണ്ട്സ് ബുക്കിലെ സെറ്റിങ്സ് പരിചയപ്പെടാം. സെറ്റിങ്സിൽ മെനു എടുത്തു കഴിഞ്ഞാൽ മെനുവിൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ ആദ്യത്തേത് ബേസിക് സെറ്റിങ്സ് ആണ്. നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബേസിക് സെറ്റിങ്സ്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ സെറ്റിങ്സ് എന്താണെന്ന് കിട്ടും. അതിലൊന്നാമത്തെ ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് ഗ്രൂപ്പ് ഐ ഡി, ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ഗ്രൂപ്പ് ഐ ഡി, അത്രയും കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓൾറെഡി സെറ്റാണ്. ഇപ്പോൾ കമ്പനി അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ മാവൂർ റോഡ് കോഴിക്കോട് എന്നുള്ളത് അത് മാത്രം മാറ്റി കൊടുക്കുക. മുകളിലത്തെ കമ്പനി അഡ്രസ്സെന്നോ ഈ താഴെയുള്ള 1 വാല്യൂയോ മാറ്റി കൊടുക്കരുത്. ഈ മാവൂർ റോഡ് കോഴിക്കോട് എന്നുള്ളത് മാത്രം മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ കമ്പനി നെയിമിലും അതേ കമ്പനി നെയിമൊന്നും മാറ്റി കൊടുക്കേണ്ടത്. ഈ പിക്ചർസോഫ്റ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമുള്ള പേരെന്താണോ അത് അവിടെ കൊടുത്താൽ മതി. പേര് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റി കൊടുക്കുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. അതേപോലെ കമ്പനിയുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ എടുക്കുക. ഈ ഫോൺ നമ്പർ മാത്രം മാറ്റി കൊടുക്കുക. ബാക്കി ആ പേരോ മറ്റുള്ള കാര്യങ്ങളോ മാറ്റി കൊടുക്കരുത്. പിന്നെ കാണുന്നത് ഹെഡിങ് ഇമേജാണ്. ഹെഡിങ് ഇമേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ പാരാമീറ്റർ അലൈൻമെൻ്റ് ആണ്. 0 എന്നാണ് നമ്മൾ കൊടുത്തത്. 0 എന്ന് പറഞ്ഞാൽ സെൻട്രൽ അലൈനാണ്. 1 ആണെങ്കിൽ ലെഫ്റ്റ് അലൈനാണ്. 2 ആണെങ്കിൽ റൈറ്റ് അലൈനാണ്. 200 എന്ന് പറയുന്നത് വിഡ്ത്താണ്. രണ്ടാമത്തത് ഹൈറ്റാണ് 50, അതൊക്കെ പിക്സലിലാണ്. പിന്നെ പിന്നത്തെ പാരാമീറ്റർ 0 ആണ്. അത് 1 ആണെങ്കിൽ റാപ്പ്. അടുത്തത് പാരാമീറ്റർ ടെക്സ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇമേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പാരാമീറ്ററാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെയുള്ളത് പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ബേസിക് കമ്പനിയുടെ എല്ലായിടത്തും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബില്ലിൻ്റെ മുകളിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പം അതിനുള്ള സെറ്റിങ്സ് ഇപ്പോൾ സെയിൽസ് ഓർഡർ, സെയിൽസ് ബില്ല്, പർച്ചേസ് ഓർഡർ, പർച്ചേസ് ബില്ല്, ഇതിൽ ഈ 4 നമുക്ക് മാറ്റങ്ങൾ വരും. നമുക്ക് ആവശ്യമുള്ളത് പോലെ അതിൻ്റെ ബില്ല് ഫോർമാറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് സെയിൽസ് ഓർഡറാണ് നമ്മൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ സെയിൽസ് ഓർഡർ സെലക്ട് ചെയ്യുക. സെയിൽസ് ഓർഡർ എമൗണ്ട് ഹെഡിങ് എമൗണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ ക്വാണ്ടിറ്റി ആക്കാം. അതേപോലെ തന്നെ ഓതറൈസ്ഡ് സിഗ്നറ്ററി മാറ്റി ഇത് എടുത്തിട്ട് ഈ ഓതറൈസ്ഡ് സിഗ്നറ്ററി മുകളിലുള്ളതല്ല മാറ്റേണ്ടത്, താഴെയുള്ളത് ഇത് മാറ്റി ഓതറൈസ് സിഗ്നറ്ററി അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കൊടുക്കാം. 4 പിക്ചർസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞത് 4 പിക്ചർസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ബില്ലിംഗ് അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതായത് കമ്പനി അഡ്രസ്സ് അല്ല വേണ്ടത്, ബില്ലിംഗ് അഡ്രസ്സിന് സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സാണ് വേണ്ടതെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കമ്പനി അഡ്രസ്സ് എടുക്കും. ഇനി ബില്ലിൻ്റെ ഹെഡിങ് ഇപ്പോൾ സെയിൽസ് ഓർഡറോ കൊട്ടേഷനോ ഏതാ വേണ്ടത്? ഇവിടെ കൊട്ടേഷനാണ് കിടക്കുന്നത്. ഇപ്പോൾ സെയിൽസ് ഓർഡറാണ് വേണ്ടതെങ്കിൽ സെയിൽസ് ഓർഡർ കൊടുക്കാം. അതേപോലെ ബിൽ നമ്പർ ഹെഡിങ് കൊട്ടേഷൻ നമ്പർ എന്നുള്ളത് അത് വേണമെങ്കിൽ ഓർഡർ നമ്പർ എന്നാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്താൽ മതി. അതേപോലെ ബിൽ നമ്പർ കഴിഞ്ഞു. ഇനി ഉള്ളത് ബോട്ടം മെസ്സേജ് ഹാവ് എ നൈസ് ഡേ എന്ന് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കൊട്ടേഷനാണ് കൊടുക്കണമെങ്കിൽ റേറ്റ് വാലിഡ് ഫോർ 15 days എന്നോ അങ്ങനെയുള്ള മെസ്സേജ് എന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതേപോലെ തന്നെ ഹെഡിങ് ഇമേജ് ഇതിൻ്റെ ഇമേജ് നമുക്ക് സെറ്റ് ചെയ്യാം. സൈസും റാപ്പിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഐറ്റത്തിൻ്റെ ഹെഡിങ് ഇപ്പോൾ ഇവിടെ സർവീസ് ഐറ്റം എന്നാണ് കൊടുത്തത്. ഇപ്പോൾ സർവീസ് അല്ല വെറും ഐറ്റം മാത്രമാണെങ്കിൽ ഐറ്റമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഐറ്റം എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഐറ്റം ഹെഡിങ്. പിന്നെ പേയ്മെൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് ഏത് ബാങ്കിൽ അക്കൗണ്ടാണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇനി GPay നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ഇത് സെയിൽസ് ഓർഡറാണ് നമ്മളെടുത്തത്. അതുപോലെ സെയിൽസ് ബില്ലിൽ ഇതേപോലെ തന്നെ കൊടുക്കാം. പർച്ചേസ് ഓർഡറിൽ ഇതേപോലെ തന്നെ കൊടുക്കാം. പർച്ചേസ് ബില്ലിലും നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബില്ലിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട്.